ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ചൊവ്വാഴ്ച നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയിലേക്ക് കൂടിയാണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും വിപണിയെ സംബന്ധിച്ചിട്ട് നിർണായകമായിട്ടൊരു ദിവസം തന്നെ ആയിരിക്കും ഇത്. ഏതായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഇന്നലത്തെ ഒരു വിപണിയെ മുന്നേറ്റം പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ആഗോള വിപണികളിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരുന്നു ത്രൂ ഔട്ട് ദ വിപണിയിൽ ഒരു ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 50യെ സംബന്ധിച്ചിട്ട് വീണ്ടും 26,000 എന്നൊരു ലെവൽ റീടെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. 26,595 എന്നൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. എങ്കിൽ പോലും ആ ഒരു ഹൈ ലെവൽസിൽ വളരെ മാർജിനൽ ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു വിപണിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഹൈക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 25,966.05 എന്ന നിലയിൽ ഏകദേശം 170 പോയിന്റ്സിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പൊതുവെ ബ്രോഡർ മാർക്കറ്റിൽ എല്ലാ മാർക്കറ്റിലും നമുക്കൊരു മുന്നേറ്റം തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും ചില ഇൻഡെക്സുകളിൽ, അതായത് പ്രധാനമായിട്ടും സൂചിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ മീഡിയ, ഒപ്പം തന്നെ ഫാർമ തുടങ്ങിയ ഇൻഡെക്സുകൾ ഇന്നലത്തെ ആ ഒരു റാലിയിൽ നിന്ന് ഒരല്പം ഡിഫൻസീവ് മോഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വീണ്ടും 58,000 എന്നൊരു ലെവൽ റീക്ലെയിം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 58,114.25 എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഏകദേശം 400-ലധികം പോയിന്റ്സിൻ്റെ ഒരു റാലി ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു ഡേ ഹൈ പരിശോധിക്കുകയാണെങ്കിൽ 58,224.55 എന്ന നിലയും ലോ എന്ന് പറയുന്നത് 57,652.75 എന്നൊരു നിലയുമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ലോയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 300-ലധികം പോയിന്റ്സിൻ്റെ ഒരു റാലി നടത്താനായിട്ട് നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ പക്ഷേ എടുത്തു പറയുന്നത് സ്റ്റെല്ലാർ പെർഫോമൻസ് നടത്തിയിരുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ PSU ബാങ്ക് ഇൻഡെക്സ് ആയിരുന്നു. 2.22% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു PSU ബാങ്ക് ഇൻഡെക്സ് മുന്നേറിയിട്ടുണ്ടായിരുന്നത്. 8,053.4 എന്നൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊരു ഓൾ ടൈം ഹൈയിലേക്ക് കുതിക്കാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷമിക്കണം, ഒരു ഓൾ ടൈം ഹൈ ലെവലിന് വളരെ അടുത്തേക്ക് എത്താനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു ഹൈക്ക്, ആ ഒരു ഓൾ ടൈം ഹൈക്ക് അടുത്ത് വരുന്നതുകൊണ്ടാണ് ക്ലോസിംഗും വന്നിരിക്കുന്നത്. 7,990.65 എന്ന നിലയും. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലും 1.5% മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അന്താരാഷ്ട്ര വിപണിയിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഒരു റെക്കോർഡ് ഹൈയിലേക്കായിരുന്നു അമേരിക്കൻ വിപണികൾ കുതിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം തന്നെയായിരുന്നു ഇന്നലെയും US സൂചികയിൽ കാണാൻ സാധിച്ചത്. ഇന്നലത്തെ ആ ഒരു മുന്നേറ്റത്തോടു കൂടി ഏകദേശം ഒരു ബബിൾ മാർക്കറ്റിനടുത്തേക്ക് അമേരിക്കൻ വിപണികൾ എത്തുന്നു എന്ന തരത്തിലുള്ള പല വാദങ്ങളും ഇന്റർനാഷണൽ എക്സ്പേർട്സ് ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ഒരു പക്ഷേ ഒരു .com ക്രാഷ് പോലെയോ അല്ലെങ്കിൽ ഒരു 2008 മാർക്കറ്റ് പോലെയൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബൈയിങ് ആണ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ആ ഒരു റാലിയിൽ സ്റ്റോക്സിൽ ഒരു റാലിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ മാർക്കറ്റ് ഒരു പക്ഷേ ഒരു ബബിൾ മാർക്കറ്റിലേക്ക് നീങ്ങിയേക്കാം എന്ന തരത്തിലുള്ള പല വാദങ്ങളും ഇന്റർനാഷണൽ എക്സ്പേർട്സ് ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് അത്തരമൊരു ആശങ്കകളൊന്നുമില്ലാതെ തന്നെയാണ് അമേരിക്കൻ നിക്ഷേപകർ വീണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിൽ നിക്ഷേപം നടത്തുകയും ഈ സ്റ്റോക്കുകളൊക്കെ റെക്കോർഡ് നിലയിലേക്ക് ഉയരുകയും ചെയ്തിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ കമോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ദിവസങ്ങളുടെ മുന്നേറ്റത്തിന് ശേഷം ക്രൂഡ് വിലയിൽ ഇന്നിപ്പോൾ ഒരു ഇടിവാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും OPEC+ രാജ്യങ്ങൾ ഉയർന്നു വരുന്ന ഡിമാൻഡിന് ആനുപാതികമായിട്ട് വീണ്ടും അവരുടെ സപ്ലൈ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന തരത്തിലുള്ള അപ്ഡേഷൻസ് ആണ് എത്തുന്നത്. ഇത് ക്രൂഡിൻ്റെ വിലയ്ക്കൊരു തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ചിട്ട് $4,000 എന്നൊരു നില ഇന്നിപ്പോൾ ഗോൾഡ് ഇൻട്രാഡേയിൽ കൈവിട്ടിരിക്കുകയാണ്. $3,986 എന്നൊരു നിലയിലാണ് ഗോൾഡിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. തീർച്ചയായിട്ടും US-ഉം ചൈനയും തമ്മിൽ കൂടുതൽ ട്രേഡ് ഡീലിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള അനുമാനങ്ങളും, ഒപ്പം തന്നെ പല ജപ്പാൻ അടക്കമുള്ള പല ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും ട്രംപ് ഒരു ട്രേഡ് ഡീൽ, ഒരു ഫ്രെയിംവർക്കിലേക്ക് എത്തുന്ന തരത്തിലുള്ള അപ്ഡേഷൻസും ഒക്കെ വരുന്നത് ഗോൾഡിനെ സംബന്ധിച്ചിട്ടൊരു സേഫ് ഹെവൻ എന്ന നിലയിൽ കൂടുതൽ റിസ്കിയർ ആയിട്ടുള്ള അസറ്റ്സിലേക്ക് നിക്ഷേപം വഴി മാറുന്നതിന് കാരണമാകുന്നുണ്ട്. ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. Morning Anila, morning viewers. സർ, ഇന്നലത്തെ ഒരു വിപണി, പ്രത്യേകിച്ചും US വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വീണ്ടും ഒരു റെക്കോർഡ് ഹൈയിലേക്കാണ് കടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു എക്സ്ട്രീം ബുള്ളിഷ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് നമുക്കിപ്പോൾ അമേരിക്കൻ വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിൽ, കാൽക്കോം അടക്കമുള്ള സ്റ്റോക്സിലൊക്കെ വളരെ ഹെവി ആയിട്ടൊരു ബൈയിങ് ആണ് ഇൻട്രാഡേയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പല അനലിസ്റ്റുകളുടെയും ഒരു വാദം ഉയർത്തുന്നതെന്ന് പറയുന്നത് ഒരു പക്ഷേ ഓവർ സ്ട്രെച്ച്ഡ് ആയൊരു നിലയിലേക്ക് പല റിലേറ്റഡ് സ്റ്റോക്സും നീങ്ങിയിരിക്കുന്നു എന്നാണ്. ഇത്തരമൊരു കണ്ടീഷൻ തുടരുകയാണ്
ആണ് എന്നുണ്ടെങ്കിൽ ഒരു ബബിൾ മാർക്കറ്റിലേക്ക് ഒരു പക്ഷേ അമേരിക്കൻ വിപണി കടന്നേക്കാം എന്ന തരത്തിലുള്ള പല ഒപ്പീനിയൻസും ഇന്റർനാഷണൽ എക്സ്പെർട്സ് ഉയർത്തുന്നുണ്ട്. താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ്, നാസ്ഡാക്ക് രണ്ടിന്റെ കേസിലും നമുക്ക് അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല അമേരിക്കൻ മാർക്കറ്റിലോ ഒരു വിധത്തിലും ഒരു ബബിൾ ഫോർമേഷൻ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിന്റെ കേസിൽ നമ്മൾ ക്രിട്ടിക്കൽ ലെവൽസ് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. മേജർ സപ്പോർട്ട് ലെവൽസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യുകയും വേണം. സോ നമ്മൾ കറക്ഷൻ നേരിട്ടിരിക്കുന്ന പല സ്റ്റോക്സ്, ഫോർ എക്സാമ്പിൾ സിറ്റി ബാങ്ക്, JP മോർഗൻ, ഗോൾഡ്മാൻ സാക്സ് മുതലായ സ്റ്റോക്സിലൊക്കെ നല്ല കറക്ഷൻ ആയിരുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എടുത്തു പറയാനുള്ള ഒരു സ്റ്റോക്ക് കൊക്കോകോള. കൊക്കോകോളയുടെ കേസിൽ നമുക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം വലിയൊരു കറക്ഷന് ശേഷമായിരുന്നു നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ദിവസങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ നമുക്ക് ഇൻട്രാഡേയിൽ ഏർലി അവേഴ്സ് തൊട്ടൊരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ വളരെ ഹെവി ആയിട്ടുള്ളൊരു സെൽ ഓഫും എന്ന് പറയാൻ സാധിക്കില്ല. വളരെ മാർജിനൽ ഒരു ഫ്ലാറ്റിഷ് ആയൊരു ടോണിലാണ് WTI ക്രൂഡ് ആണെങ്കിലും ശരി, ബ്രെന്റ് ക്രൂഡ് ആണെങ്കിലും ശരി ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നു. ബട്ട് ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സലിന് നല്ല പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിലും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് $62.50 ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും ചുരുങ്ങിയത് ഒരു $1.5 മുതൽ $2.5 നേട്ടം ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് വീണ്ടും ഇന്നും ഒരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ മാസീവായിട്ട് ഏകദേശം ഒരു 3% മുകളിലുള്ളൊരു ഇടിവായിരുന്നു ഇന്നലെ ഇൻട്രാഡേയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നും ആ ഒരു ലെവലിൻ്റെ ലോ പോർഷനിൽ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ട്രേഡിംഗ് നടന്നു വരുന്നത്. $4000 എന്നൊരു ലെവലും ഇപ്പോൾ ഗോൾഡ് കൈവിട്ടിരിക്കുകയാണ്. സോ ഗോൾഡിലുള്ള ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വീണ്ടും അതിൻ്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഓൾമോസ്റ്റ് ഓഗസ്റ്റ് മാസത്തിലേക്കുള്ളൊരു റേഞ്ച് വരെ ഇടിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, നമ്മൾ സ്വർണത്തിന്റെ കേസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഓഗസ്റ്റ് മാസത്തിന്റെ അവസാനത്തോടു കൂടി സ്വർണം $3350 ലെവലിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. ആൻഡ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമുക്ക് സ്വർണത്തിന്റെ കേസിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ $4398 ലെവലിൽ കാണാൻ സാധിച്ചത്. അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സ്വർണത്തിന്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് $3948 ലെവൽ. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേം ട്രേഡിന് വേണ്ടി വീണ്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഒരു അവസരം ലഭിക്കും. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ വീണ്ടും 26,000 എന്നൊരു ലെവൽ റീക്ലെയിം ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഹൈ ലെവൽസിൽ വളരെ മാർജിനൽ ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും ഓൾമോസ്റ്റ് ആ ഒരു ഹൈക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ട് 25,966.05 എന്ന നിലയിലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയിലടക്കം പരിശോധിക്കുമ്പോഴേക്കും ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിനുള്ളൊരു ഇൻഡിക്കേഷനാണ് ലഭ്യമാകുന്നത്. സോ നിഫ്റ്റിയിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് അതേ ഒരു വ്യൂ ആയിരുന്നു ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും കുറെ കൂടെ ബ്രോഡ് ബേസ്ഡ് റാലിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് പറയാനുള്ള കാര്യം ഒത്തിരി മാസങ്ങൾക്ക് ശേഷം നമുക്ക് ലാസ്റ്റ് ആൻഡ് ടൂബ്രോ ആൻഡ് ഗ്രാസം ഈ 2 സ്റ്റോക്സിലും ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ITCയുടെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. സോ അറ്റ് ദിസ് പോയിന്റ് അണ്ടർടോൺ ഇസ് വെരി ബുള്ളിഷ്. ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. നിഫ്റ്റി 50യുടെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 26,100. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 26,250, 26,350,
26,500 ആൻഡ് ഫൈനൽ ടാർഗറ്റ് 26,750. യെസ്, അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ വലിയ തോതിലൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് ഒരു 400 പോയിന്റ്സിലധികം റാലി കണ്ടിരുന്നു. 58,114.25 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ക്രിയേറ്റ് ചെയ്യുന്ന ഡേ ഹൈ ആയ 58,224.55 എന്ന ലെവലിന് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ഒരു ക്ലോസിങ്ങും വന്നിരിക്കുന്നത്. സോ നിഫ്റ്റി ബാങ്ക് സൂചികയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വീണ്ടും ഒരു സർവ്വകാല ഉയരം മറികടന്നുകൊണ്ടൊരു കുതിപ്പ് ഈ ഒരു സൂചികയിൽ താങ്കൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 58,600 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള മേജർ ടാർഗറ്റ് 59,500 പോയിന്റിലായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇന്നലെ സർ എടുത്തു പറയേണ്ടുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്ന സെക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും PSU ബാങ്ക് ഇൻഡെക്സ് ആയിരുന്നു. ഏകദേശം 2% മുകളിലൊരു മുന്നേറ്റമാണ് PSU ബാങ്ക് ഇൻഡെക്സിൽ ഉണ്ടായിരിക്കുന്നത്. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈക്ക് വളരെ അടുത്ത് വരെ എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 7,990.65 എന്ന നിലയിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. സോ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. നിഫ്റ്റി ഇൻഡെക്സ് ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് നമുക്ക് ഔട്ട് പെർഫോമൻസ് ഈ ഒരു ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കൊരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ നൽകി കഴിഞ്ഞു. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ മുതലായ എല്ലാ വലിയ ബാങ്കിങ് PSU ബാങ്ക് സ്റ്റോക്സിലും നമുക്ക് അണ്ടർടോൺ വളരെ ബുള്ളിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ സ്മോൾ PSU ബാങ്കിങ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് യൂക്കോ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ആൻഡ് IOBയിലും കാണാൻ സാധിക്കുന്നുണ്ട്. സർ, ഇന്നലെ ഇതേ ഫോറത്തിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല ഫിനാൻസിങ് കമ്പനികളിലും നമുക്കൊരു മുന്നേറ്റം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബുള്ളി സെറ്റപ്പിലേക്ക് നീങ്ങിയിരിക്കുന്ന തരത്തിലുള്ള ഒരു അപ്ഡേഷൻ താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിൽ തന്നെ ആ ഒരു സെക്ഷനിൽ തന്നെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളിലേക്കാണ് ആദ്യം വരുന്നത്. അതിൽ ആദ്യത്തേത് ആധാർ ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻ എന്താണ്? ഇന്നലെ ഏകദേശം ഒരു 2% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സോ ആധാർ ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആധാർ ഹൗസിംഗ് ഫിനാൻസ് ജൂലൈ മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് പാറ്റേണിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 500 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഞ്ചാബ് PNB ഹൗസിംഗ് ഫിനാൻസ് നോക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 940 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 5 മുതൽ 10% നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. കാനറ ബാങ്കിന്റെ ക്യാൻഫിൻ ഹോംസ് നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 860 രൂപ. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 880, 890, 900. സർ, ഒപ്പം തന്നെ ഇന്നലെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ചില കമ്പനികളിലേക്ക് കൂടി വരിക. അതിൽ ആദ്യത്തേത് മെസഗോൺ ഡോക്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. മെസഗോൺ ഡോക്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് കമ്പനിക്ക് ഒറ്റ നോട്ടത്തിൽ സാധിക്കുന്നുണ്ട് എന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അവരുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിലടക്കം ഏകദേശം 28% ഒരു ഇയർ ഓൺ ഇയർ ബേസിലുള്ള വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ റവന്യൂ പരിശോധിക്കുകയാണ്, പ്രവർത്തന വരുമാനം പരിശോധിക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 6% എബോവ് ഉള്ള ഇയർ ഓൺ ഇയർ ബേസുള്ള ഒരു വർധനവും ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. സോ മെസഗോൺ ഡോക്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മെസഗോൺ ഡോക്കിന്റെ കേസിൽ നല്ല ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ നടത്തി വരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. 2680 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിന് 2 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ് കാണുന്നത്. ആദ്യത്തെ 2885. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 2930. 2930 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം.
മെസഗണ്ടോക്കിനോടൊപ്പം തന്നെ GRSലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. GRSയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടൊരു 1% ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം DICയുടെ ഭാഗത്ത് നിന്ന് 79,000 കോടി രൂപയുടെ പുതിയ കരാറുകൾക്ക് അനുമതി നൽകിയതടക്കമുള്ള അപ്ഡേഷൻ വന്നിട്ട് പോലും കാര്യമായ തോതിലൊരു വർധനവ് GRSയിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. സോ GRSയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, GRSC, മാസഗോൺ ഡോക്ക് ആൻഡ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈ 3 സ്റ്റോക്കിലും വളരെ സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഒരു സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ 3 സ്റ്റോക്കിലും നമുക്കൊരു കൺസോൾട്ടേഷൻ സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഗാർഡൻ റീച്ചിന്റെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 2,470 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 2,820 രൂപയിലാണ് കാണുന്നത്. ഗാർഡൻ റീച്ച് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം നമുക്ക് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1,720 സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഈ സ്റ്റോക്കിന് 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 1,890 അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 2,000 രൂപയിലാണ് കാണുന്നത്. 2,000 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സർ, അതിനോടൊപ്പം തന്നെ ചില ഓട്ടോ സ്റ്റോക്സിലെ കൂടിയാണ് വരുന്നത്. ആദ്യത്തേത് ബജാജ് ഓട്ടോയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ബജാജ് ഓട്ടോയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റായ ഒരു ടോണിലായിരുന്നു ഓഹരി ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വരാനിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊരു സൈഡ് വൈസ് ആയിട്ടുള്ള റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ ബജാജ് ഓട്ടോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോഴ്സ് ആൻഡ് TVS മോട്ടോഴ്സിനെ അപേക്ഷിച്ച് കഴിഞ്ഞ ഒരു 5-8 മാസത്തിനിടെ അണ്ടർ പെർഫോമൻസ് ആയിരുന്നു നമുക്ക് നൽകിയത്. എങ്കിലും ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കറന്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 8,900 രൂപ. സർ, അതിനോടൊപ്പം തന്നെ ഹീറോ മോട്ടോഴ്സിലെ താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? ഹീറോ മോട്ടോഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ് 2 ആഴ്ചയുടെ ഒരു കൺസോൾട്ടേഷൻ നടത്തി വരുന്നത്. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിൽ 5,710 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 5,750, 5,825, 5,900. സർ, അടുത്തായിട്ട് ചില ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിലേക്കാണ്. അതിൽ ആദ്യത്തേത് ഇന്നലെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത IOCയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ തന്നെയാണ് ചോദിക്കുന്നത്. IOCയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും മികച്ച നമ്പേഴ്സാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 3% മുകളിലൊരു നേട്ടവും നൽകാനായിട്ട് ഈ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. സോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IOC, BPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഈ 3 സ്റ്റോക്കിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഇന്നലത്തെ ആ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് IOCയുടെ കേസിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ട്രിഗർ ഫോമായി വരുന്നുണ്ട്. ഈ സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് 157 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 162 കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 2 സപ്പോർട്ട് ശ്രദ്ധിക്കേണ്ട. ആദ്യത്തെ 151, ആ റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് 149. സർ, ഇന്നലെ മികച്ച മുന്നേറ്റം നടത്തിയ മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. ഏകദേശം 2% മുകളിലൊരു മുന്നേറ്റമായിരുന്നു റിലയൻസിൽ ഉണ്ടായിരുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 2.24% നേട്ടത്തിലായിരുന്നു ഓഹരി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ റിലയൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസിലുണ്ടായ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? റിലയൻസ് നിഫ്റ്റി 50യുടെ മൂവ്മെന്റിനെ മിറർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു അണ്ടർ പെർഫോമൻസ് ആയിരുന്നു നമുക്ക് നൽകിയത്. എങ്കിലും ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഗ്രാജുവലായിട്ട് നല്ലൊരു സപ്പോർട്ട് ബേസ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിരുന്നു. ആൻഡ് ഒക്ടോബർ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ വീണ്ടും പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. ഇതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 1,500, 1,530, 1,550. സർ, അടുത്തതായിട്ട് ഫാർമ മേഖലയിലേക്കാണ് വരുന്നത്. ഇന്നലത്തെ ഒരു മുന്നേറ്റം പരിശോധിക്കുമ്പോഴേക്കും ഒരു അല്പം ഡിഫൻസീവ് മോഡിലായിട്ട് നിന്നൊരു സെക്ടറിൽ ഒന്നായിരുന്നു ഫാർമ എന്ന് പറയുന്നത്. പൊതുവെ ഫാർമ ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഫാർമ ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ അഗെയിൻ ഈസ് ബുള്ളിഷ്.
ബട്ട് ഈ ഒരു ഇൻഡെക്സിന്റെ കേസിൽ ഒത്തിരി റെസിസ്റ്റൻസ് ലെവൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 22,750, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള 23,200. നമ്മൾ ഫാമ സെക്ടറിലെ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആൻഡ് സിലക്റ്റീവ് ആയിട്ട് വേണം നമ്മൾ പൊസിഷൻസ് എടുക്കാനായിട്ട്. ഈ ഒരു സെക്ടറിലെ 2 സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന ആദ്യത്തത് ഇറ്റ് ഈസ് ദിവീസ് ലബോറട്ടറി. ദിവീസ് ലബോറട്ടറിയിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 6,612 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഈ സ്റ്റോക്കിലെ കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 6,200 മേജർ സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിട്ട് കാണുന്നത്. ഇന്നലെ മറ്റൊരു ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് തത്വചിന്ത. തത്വചിന്തൻ ഒക്ടോബർ മാസത്തിലായിരുന്നു നമുക്കൊരു ബ്രേക്ക് ഔട്ട് നൽകിയത്. 3 ദിവസത്തെ കറക്ഷന് ശേഷം വീണ്ടും ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 1,382 റെസിസ്റ്റൻസ് ശ്രദ്ധിക്കണം. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1,425, 1,520, 1,590, 1,620 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. സർ, അപ്പം തന്നെ മാർക്സ് ആൻഡ് ഫാർമയിലേക്ക് കൂടി വരികയാണ്. മാർക്സിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് ഒരു കൺസോൾട്ടേറ്റഡ് ഫേസിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. സോ മാർക്സ് ആൻഡ് ഫാർമയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി മാർക്സിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ബോട്ടം കണ്ടുവെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. 190 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, അതിനോടൊപ്പം തന്നെ ആരത്തി ഫാർമ ലാബ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ റിവ്യൂ കൂടി പങ്കുവയ്ക്കാമോ? ആർത്തി ഫാമ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 880 ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 800 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. സർ, ഒപ്പം തന്നെ പിരമൽ ഫാർമയിലേക്ക് കൂടി വരികയാണ്. പിരമലിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ക്ലോസിംഗ് വന്നിരിക്കുന്നത് വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലാണ്. സോ പിരമൽ ഫാർമയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പിരമൽ ഫാമ അഗൈൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ഒരു ലോ റിസ്ക് ബൈയിങ് ട്രിഗർ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 190 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന 2-3 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 210, രണ്ടാമത്തെ 222, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 228. അടുത്തായിട്ട് പവർ സെഗ്മെന്റിലെ ചില ഓഹരികളിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് അദാനി പവറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. അദാനി പവറിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 2.5% മുകളിൽ ഒരു നഷ്ടം രേഖപ്പെടുത്തിയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അദാനി പവറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അദാനി പവറിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 4-5 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 155 മുതൽ 160 രൂപ വരെ ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. അടുത്തതായിട്ട് ടാറ്റ പവറിലേക്കാണ് വരുന്നത്. ടാറ്റ പവറിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1% നേട്ടം നൽകിയ ഒരു ഓഹരി കൂടിയായിരുന്നു ടാറ്റ പവർ. ടാറ്റ പവറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ പവറിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ വർഷത്തിന് തുടക്കം മുതൽ തന്നെ ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. ഈ സ്റ്റോക്കിൽ വളരെ മേജർ റെസിസ്റ്റൻസ് 420 കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റോക്കിൽ ഒരു ശക്തമായിട്ട് അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. സർ, അടുത്തായിട്ട് അവലോൺ ടെക്നോളജിയിലേക്കാണ് വരുന്നത്. അവലോൺ ടെക്നോളജിയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അവലോൺ ടെക്നോളജി ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ സ്റ്റോക്ക് ജൂലൈ മാസത്തിന് ശേഷം ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് വീണ്ടും നമുക്ക് ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1153 രൂപ. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1260, അതിനുശേഷം 1320, 1340. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1100 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സർ, അടുത്തായിട്ട് HPL ഇലക്ട്രിക് ആൻഡ് പവർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ടൊരു ബിയറിഷ് സെന്റിമെന്റ്സ് ആണ് ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. സോ HPLലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? HPL is a small cap stock, and ഈ സ്റ്റോക്കിന്റെ കേസിൽ ജൂലൈ മാസത്തിന് ശേഷം നമുക്ക് തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. സർ, നല്ല മികച്ച മുന്നേറ്റം നടത്തിയ ഒരു ഓഹരിയായിരുന്നു പ്രീമിയർ എനർജീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഏകദേശം 2.5% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. സോ പ്രീമിയർ എനർജീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പ്രീമിയർ എനർജീസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ആൻഡ് ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഇന്നലത്തെ ആ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ടിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1165 രൂപ. സർ, അപ്പം തന്നെ താങ്കളുടെ ഒരു ഗെയിലിലുള്ള വ്യൂ കൂടി ഷെയർ ചെയ്യാമോ? ഗെയിലിന്റെ കേസിൽ നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക്. കാര്യം മാർക്കറ്റിൽ കണ്ടിരിക്കുന്ന ഈ റാലിയിൽ ഈ സ്റ്റോക്കിന് ഒരു വിധത്തിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് 175 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സർ, അവസാനമായി ചെന്നൈ പെട്രോളിയത്തുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? ചെന്നൈ പെട്രോളിയത്തിന്റെ കേസിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കറന്റ്ലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആണെങ്കിൽ പോലും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് 718 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം താങ്ക് യു. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് തരുന്ന ശേഷം മാത്രം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.